ഇസ്രായേലി ചരിത്രങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യും. അത് റസൂലുള്ളാഹി പറയാതെ ചിലപ്പം റിവ്യ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ അതിൽപ്പെട്ടതാകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്കിപ്പോ ഊഹിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് മറ്റോന്റെ ഇടതേട്ടും കാവലും കേട്ടിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ജിബ്രീലാവോ? എന്ത് ആരാ അള്ളാന്റെ മലായിക്കത്ത് പറഞ്ഞാൽ അള്ളാന്റെ മലായിക്കത്തിന്റെ മുഴുവൻ ലീഡറാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. എന്നിട്ട് ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ജിബ്രീൽ നിങ്ങൾ പോയി ഭൂമിന്ന് കുറച്ച് മണ്ണെടുത്തുണ്ടല്ലോ പറയുമ്പോ അള്ളഹാനോട് നിങ്ങൾ ഞാൻ കാവൽ ഓടുന്നു പറഞ്ഞാൽ ഇവിടുന്നാണ് പോകും. അത്ര പോയെന്ന ആളാണെങ്കിൽ ജിബ്രീൽ മലക്കൾ ഒന്നായിട്ടുള്ള ലീഡറാവുമോ? ഇങ്ങനെ അത് ഉൾക്കൊള്ളാൻ പറ്റൂലേ? അപ്പൊ അത് വിടിങ്ങളെ അങ്ങനൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും ജിന്നുകളെയും മറ്റു ജീവജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇവയുടെ ജീവൻ എടുക്കാൻ വേണ്ടി മരണത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത മലക്കുകൾക്ക് വ്യത്യസ്ത ഡ്യൂട്ടി കൊടുത്ത കൂട്ടത്തിൽ അസ്രായിൽ അലൈഹി ഇസ്ലാമിന് ഇവയുടെ റൂഹ് എടുക്കുക എന്ന് പറയുന്ന ഡ്യൂട്ടി കൊടുത്തു. അത്രേ ഇപ്പൊ നമ്മൾ അതേ ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. അള്ളാഹുവിന്റെ മലായിക്കത്തിനെ ചെറുതാക്കി കഥ അങ്ങനെ കിതാബ് പറഞ്ഞല്ലേ അറിഞ്ഞിട്ടില്ല. കിതാബിൽ അങ്ങനെ പലതും ഉണ്ടാവും. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇസ്രായേലി റിവായത്തുകൾ പലതും കൊടുക്കും. പക്ഷെ അത് ചിലടത്ത് അബദ്ധമുണ്ട്. റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അത് തെറ്റാണ്. അതങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടാൽ അത് മൗദൂആണ്, കള്ളനിർമ്മിതമാണെന്ന് പറയും ചെയ്യും. പക്ഷേ യോഗ്യരായ ഇമാം ഖുർത്തുബിയെ പോലെ ഒന്നുള്ള വലിയ ആളുകളൊന്നും അങ്ങനെ ഒരിക്കലും കൊടുക്കൂല. അതുകൊണ്ടാണ് അവർ റുവിയ അറിഞ്ഞാണ്ട് കൊടുക്കല്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്നല്ല, അങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് മിക്കവാറും ഇസ്രായേലി ആയിരിക്കും റുവിയ അറിഞ്ഞ. അപ്പൊ അയക്ക് അങ്ങോട്ട് പോകണ്ട. അല്ലാഹു തആല മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് അസ്രായിൽ അലൈഹിസ്സലാമിനെയാണ്. അസ്രായിൽ അലൈഹിസ്സലാം ഒരു സങ്കടം പറഞ്ഞു, പടച്ചവനെ മരണം എന്നത് ആർക്കും സന്തോഷകരമായിരിക്കില്ല. ആർക്കും സന്തോഷകരമായിരിക്കില്ല. എത്ര കൊല്ലം ഇവിടെ ജീവിച്ചാലും കുറച്ചുകൂടി ജീവിക്കണം ആഗ്രഹമില്ലാത്തവരുണ്ടാവുമോ? ഏതെങ്കിലും ചിലപ്പോൾ തൂങ്ങി ചാടണോലൊക്കെ ഉണ്ടാവും. എങ്കിലും രണ്ട് ലോകത്തിനെ പറ്റി അറിയാനിട്ടാ. എന്ത് അവിടെ പോയ വീരാൻ കണ്ടു പറഞ്ഞേക്ക് അവിടെ ഇപ്പൊ ഇങ്ങനെ പുതിയാപ്പളത്തക്കാരല്ലേ? ഇവിടെ തൂങ്ങി ചത്താലേ അവിടെ പുതിയാപ്പളത്തക്കാരാണ്. വീരാങ്ക വണ്ടി നേരത്തെ പറഞ്ഞു, വീരാങ്ക രസികനി വീരാങ്ക പറഞ്ഞു, മക്കളെ മരിച്ചാൽ ചെന്നാൽ കബറിൽ നല്ല പുതിയാപ്പളത്തക്കാരാണ്. പിന്നെ മൂപ്പര നിൽക്കേണ്ട തഫ്സീലും പറഞ്ഞേന് ആ പുതിയാപ്പളത്തക്കാരന്. പണ്ടത്തെ ആ കാലത്തെ പുതിയാപ്പളത്തക്കാരൻ രാവിലെ ഒരു കുറി ഇരിക്കഞ്ഞും പപ്പടം പൊരിച്ചവും പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കോഴി പൊരിച്ചവും ഇങ്ങനെ പറഞ്ഞിട്ട് 5 വ്യക്തിത്വവും പറഞ്ഞതിന് ശേഷം എന്തായാലും അങ്ങനെ അല്ലെങ്കിൽ പോയാലോ ആരെങ്കിലും ഇങ്ങോട്ട് പോരണ്ടേ? അവിടെ ഒന്നും പുതിയാപ്പളക്കാരാണ്. അപ്പൊ ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമില്ലാത്ത ഇത് അങ്ങനെയല്ല. ഞാൻ സമയം വളരെ നീണ്ടുപോയി, സമയം കളയല്ല. ചുരുക്കത്തിൽ വിഷയം എവിടെ എത്തി? നമ്മൾ ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായിൽ അലൈഹി ഇസ്ലാമിനോട് വന്ന് മരണം പിടിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പഠിച്ചോനെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാവുമ്പം ഞാനത് ചെന്ന എല്ലാവരും ഇന്ന കുറ്റം പറയും. അതൊരു പൊറുതിയാണല്ലോ. അത് സ്വാലിഹീങ്ങളും മഹാന്മാരും സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ പെട്ടല്ലോ. ആർക്കും ഇത് വലിയ സന്തോഷം ഉണ്ടാവില്ല മരിക്കണത്. എന്നാൽ അതൊരു വിഷമല്ലേ, ആളുകളൊക്കെ എന്നെ കുറ്റം പറയുള്ളൂ. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, അക്കാര്യങ്ങൾ ബേജാറാണ്ട, അതില്ലാതാക്കണ പണി ഞാൻ ചെയ്തോളാം, നിങ്ങൾ കുറ്റം പറയില്ല ഒരാളും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊടുത്ത്. എന്നാ ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്നറിഞ്ഞു, പോക്കിരാക്ക മരിച്ചോലോ പറഞ്ഞു, എന്ത് ഹാസറായി ഒന്ന് പിടിച്ചു എന്ന് ആരെങ്കിലും പറയുന്ന കേട്ടണോ? അത് പറഞ്ഞു ആക്ക് ക്യാൻസർ ഇനി അറിഞ്ഞു, ക്യാൻസറിനെ കുറ്റം. മറ്റേയാള് പറഞ്ഞ് അയാൾക്ക് അറ്റാക്ക് ഇനി അറിഞ്ഞു, ഇനി ഒന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞു കൊഴഞ്ഞു വീണ് മരിച്ചു പറഞ്ഞു. എന്നാലും എന്തും അറിയില്ല, അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നിട്ട് മരിച്ചു എന്നറിയില്ല. ബരുവുക്ക് അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നിട്ട് തന്നെ മരിക്കുള്ളൂ, ഇങ്ങനെയായിരുന്നു. പക്ഷേ പേരൊരിക്കലും അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നിട്ടാണ് മരിച്ചത് എന്നൊരിക്കലും പറയില്ല. അക്കാര്യം ഞാൻ ഏറ്റു, വ്യത്യസ്ത കാരണങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞുകൊള്ളും. അപ്പൊ ഏതെങ്കിലും ഒരു സബബ്, അല്ലാഹു തആലാക്ക് യാതൊരു സബബിന്റെയും ആവശ്യമില്ല ആളുകൾ മരിക്കാൻ. പക്ഷേ സാധാരണ ദുനിയാവിന്റെ നടപടിക്രമം അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സബബിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ മരണം എന്ന് പറയുന്നതിന് ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരിൽപ്പെട്ട ഒരു ദൂതനാവുന്നു രോഗം. മരിക്കാൻ കിടക്കുമ്പം അസ്രായേൽ അലൈഹി ഇസ്ലാം വന്നാൽ പലരും ചോദിക്കുന്നു, അജിബ് റബ്ബക്കാരനാ മുപ്പര ഉത്തരവുണ്ടാകുക. റബ്ബിന്റെ ക്ഷണമുണ്ട്, ഉടനെ
പുറപ്പെട്ടു കൊള്ളണം. അജിബ് റബ്ബക്ക, അസ്രായേൽ അലൈഹിസ്സലാമിന്റെ ഓർഡർ. റബ്ബിന്റെ ക്ഷണമുണ്ട്, ഉടനെ പുറപ്പെട്ടു കൊള്ളണം. ഇത് പറയുമ്പോ ആര് ചോദിക്കും, ഒരു വല്ലാത്ത യാത്ര ഉറച്ചിൽ തന്നെയാണല്ലോ. എന്നാല് എന്തിനാണെങ്കിലും ഉണ്ടല്ലോ നേരത്തെ ഒരു സൂചനയോ ഒരു മുന്നറിയിപ്പോ ഒരു താക്കീതോ ഇതൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് അജിബ് റബ്ബക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഒരുങ്ങണ്ടേ എന്ന് പറയുമ്പോ അസ്രായേൽ അലൈഹിസ്സലാം പറയും, എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം ചെയ്യുന്നത്. ഇതിന്റെ മുമ്പ് ധാരാളം ദൂതന്മാരെ നിന്റെ അടുത്തേക്ക് അയച്ച് മുന്നറിയിപ്പും താക്കീതും നൽകിയതിന് ശേഷമാണ് ഞാൻ വന്നത്. എന്റെ ശേഷം പിന്നെ മുന്നറിയിപ്പും താക്കീതുമില്ല, ഇനി എന്തില്ല മടങ്ങിപ്പോക്കുമില്ല. അങ്ങനെ അതിൽപ്പെട്ടതാണ് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ കാഴ്ച കുറയാ. ആദ്യം തുടങ്ങിയതാണല്ലോ. 40 വയസ്സായ പിന്നെ എന്തൊക്കെയാണ്? കണ്ണടക്കണം. ചില വിളവന്മാരൊക്കെ വയസ്സായി എന്ന് തോന്നുമല്ലോ എന്ന് പേടിച്ചിട്ട് കണ്ണടക്കാതെ ഇങ്ങനെ കടന്നു പോയാല വായിക്കാൻ കിട്ടൂല. എന്നിട്ട് ഇങ്ങനെ പരങ്ങാണ്. അത് കണ്ണടക്കാൻ വയസ്സായി തോന്നുമല്ലോ. അത് തോന്നിയാലും വേണ്ടില്ല, തോന്നിയിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഡോക്ടറെ അടുത്ത് പണ്ട് എനിക്ക് കാഴ്ചക്ക് കുറച്ച് കമ്മി വന്നപ്പോ നോക്കി ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, മുല്ലാരെ നിങ്ങൾക്ക് സുഖമൊന്നുമില്ല, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ കാഴ്ച കുറഞ്ഞു വരും, അതിനുള്ളൊരു കണ്ണടച്ചാൽ മതി, വേറെ തകരാറൊന്നുമില്ല. അപ്പൊ അത് തകരാറല്ല. അപ്പൊ അതെന്താന്ന് വെച്ചാൽ കാഴ്ച മറ്റോടത്ത് കഴിഞ്ഞു. ഇവിടുന്ന് കാഴ്ച നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ സൂചന നമ്മുടെ മുന്നിൽ വരുന്നത്. തൊട്ടടുത്ത സൂചന നമ്മുടെ ശരീരത്തിൽ നമ്മോടൊന്നിച്ച് ജനിച്ചു വന്ന നമ്മുടെ മുടി നിറം പകരാൻ തുടങ്ങുന്നു. നല്ല കറുത്തിരുണ്ട് സുന്ദരമായിരിക്കുന്ന താടിയും തലമുടിയും ഒന്നിന്റെ പുറകെ ഒന്നായി നരച്ചു വെളുത്തുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മളെന്താക്കും? ഒരു നല്ല കണ്ണാടി എടുക്കും. എന്നിട്ട് ഈ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചവണിയുണ്ട്, അതുകൊണ്ട് ഇതിങ്ങനെ നോക്കിയിട്ട് നമ്മൾ ചെറിയ കുട്ടിയാണ് ഇപ്പോഴൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ടേ അത് ആദ്യമൊക്കെ നടക്കുള്ളൂ. പിന്നെ അത് പരക്കെ പിന്നെ അത് പറിക്കാൻ കഴിയൂലല്ലോ. അപ്പൊ പിന്നെന്താ കയ്യ പൈന്റ് കൊടുക്കാൻ തുടങ്ങും. പിന്നെ അതിന് മസാല ഒപ്പിച്ച മൈലാഞ്ചിയുടെ സുന്നത്തല്ല ഉസ്താദ്. ആ മൈലാഞ്ചിയുടെ സുന്നത്താ. ഞാൻ കറുത്ത മൈലാഞ്ചി അട്ടെ. കറുത്ത മൈലാഞ്ചി അട്ടെ എവിടുക്കാണ്? കറുത്ത മൈലാഞ്ചിട്ട് എവിടുക്കാ പോകുന്നത്? ദുനിയാവിലേക്ക് ഇങ്ങോട്ട് തിരിക്കാം. നമുക്ക് ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മരണം അടുത്തിരിക്കുന്നു എന്ന് സൂചന തന്നുകൊണ്ട് അള്ളാഹു തൗബ ചെയ്ത് മടങ്ങാനുള്ള ഓരോ കാരണങ്ങൾ തരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ശേഷാർത്തുള്ളൂ, അതിന് മുമ്പ് ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ് ദുനിയാവിന്റെ മുകളിൽ ആദ്യമായി നര ബാധിച്ചാള്. താടിയിൽ 2 രോമം നരിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഈ താടി രോമം ഇങ്ങനെ നരച്ചു കണ്ടപ്പോ സാറാ ബീവി അതിങ്ങനെ താടിമലി വെളുത്ത എന്താ അവിടെ അതിന് നല്ല ഉഷാറല്ലേ? ഇങ്ങക്ക് എന്ത് ഉഷാറാണ്? അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ഇത് ആകെ വെറുപ്പേര. ആണുങ്ങൾക്ക് നരച്ചാ പിന്നെ പണ്ടാറടക്കാൻ കൊണ്ടടക്കാണ്. പിന്നെ നിവൃത്തിയില്ലല്ലോ. وإنتسألوني بالنساء فإنني خبير بأحوال النساء طبيب إذا شاب رأس المرء أو قل ماله فليس له من ضدهن سبيل. അതാണ് നരച്ചോനത്തെ പ്രേമിക്കാൻ പിന്നെ പെണ്ണിനെ കിട്ടൂല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യയ്ക്ക് വരെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ താടിയിൽ നെരുപ്പ് കണ്ടപ്പം, എന്നാലും ഇതൊരു പുതിയ അനുഭവമാണല്ലോ, മുമ്പ് ആർക്കും ഇല്ലല്ലോ. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചു, യാ റബ്ബി മഹാദി, പടച്ചോനെ എന്താ ഇത്? വഖാറു യാ ഇബ്രാഹിം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാ, അത് വഖാറാണ് ഇബ്രാഹിം നബിയെ, ഗാംഭീര്യം. റബ്ബി ഇതിനെ വഖാറ. ആകെ നരച്ചു. പിന്നെ പെണ്ണ് ഇഷ്ടണ്ടായാലും മടി, രസങ്ങളും മടി. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നരക്കാൻ തുടങ്ങി. അതിന് മുമ്പ് ആളുകൾ നരച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഈ നര ഇന്ന് നമുക്ക് കിട്ടുന്നതിന്റെ ഉദ്ദേശം, ഒന്നാമത്തെ കാരണം
നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസൂയ കാര്യം ബുർദയിൽ വളരെ വ്യക്തമായി ഒരു തെറ്റിദ്ധാരണക്കും വഴിയില്ലാത്ത ആത്മാർത്ഥമായ ഉപദേശകരാണ് മഹാനായിരിക്കുന്ന ഖലീഫ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് രാവിലെയും വൈകുന്നേരവും വിളിച്ചു പറയലായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. എന്ത്? ഇതാ ദുനിയാവിലും അധികാരത്തിലും മതിമറന്ന് മരണത്തെയും പരലോകത്തെയും വിസ്മരിച്ചു പോകണ്ട എന്ന് ഉപദേശിക്കാൻ ഒരാളെ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്നു. ഒരു ദിവസം കണ്ണാടി നോക്കിയപ്പോ താടി രോമം അവിടെ നരച്ചു കണ്ടു. കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ വേറെ വല്ല ജോലി അന്വേഷിച്ചോളി, ഇനി ഇവിടെ ആളാവശ്യമില്ല, ഇനി ആളാവശ്യമില്ല. ഇപ്പോൾ എന്റെ താടി രോമത്തിൽ തന്നെ എന്നെ നിരന്തരം ഉപദേശിക്കാനിതാ നരച്ച മുടി വന്നിരിക്കുന്നു. ഇനി മരണത്തെപ്പറ്റി ഓർക്കാൻ മറ്റൊരു അത് ഇസ്രായേൽ അലി ഇസ്ലാമിന്റെ രണ്ടാമത്തെ. മൂന്നാമത് ജനിക്കുമ്പോ തൊണ്ണുകാട്ടി ജനിച്ച നമ്മള് പിന്നീട് 7-8 മാസമായിട്ടാണ് ആദ്യത്തെ മുമ്പല് 2 വരുന്നത്. പിന്നെ വലുതായി 10-28 വയസ്സാവുമ്പോൾക്ക് ഫുള്ളായി. കൂട്ടിൽ ലാസ്റ്റ് ഒരു 20 വയസ്സിന് ശേഷമാണല്ലോ അത് ഫുള്ളായി. ലാസ്റ്റ് വന്ന ഈ പല്ല് ഇവിടെ ഒന്ന് പോയി അപ്പൊ ഇങ്ങനെയായി. അപ്പൊ നമുക്ക് അവിടെ എന്താക്കണം, ഒരു പല്ല് വെച്ച് അങ്ങനെ ചൊറുക്കൂട്ടി. നമുക്കിത് വയസ്സാകാൻ ബുദ്ധിമുട്ടാ, വെക്കണ്ടെന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത് കേട്ടോ. ഈ പല്ല് പോയത് എന്തിനാ? നമ്മളെ പിന്നിൽ വന്ന ആളാ മൂപ്പര് മുന്നേ പോയി. ഇനിയോ ഇവിടെ നാട് മുഴുവനും കിടുകിട വർപ്പിച്ചിരുന്ന പോക്കിരിയാണോ ഇപ്പൊ നടക്കുമ്പോ ഇങ്ങനെ വറക്കുക. അപ്പൊ കേറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെ ഒരു പേടി. അപ്പൊ എന്താക്കി, പീടിയ പോയിട്ട് അന്ന് വടി. പണ്ടൊക്കെ ആണെങ്കിൽ എന്താ വെച്ചാൽ ഒരു ചൂരല്, ചിലവർ മുണ്ടുള്ളതോ അല്ലെങ്കിൽ വളച്ചതോ ഒക്കെ ആയ ഒരു ചൂരല്. ഇപ്പൊ ഇനി ചിലപ്പോ പനാസോണിക്കല്ലേ വടിയും. പിന്നെന്താ അങ്ങനെ ഈ വടി ഇങ്ങനെ നിരന്തരം നമുക്ക് മരണത്തിലേക്ക് മുന്നറിയിപ്പ് തരുന്ന ദൂതന്മാർ വന്നിട്ട് ഈ ദൂതന്മാരെ ഒന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. അതിന്റെ ശേഷമാണ് സാധാരണഗതിയിൽ മരണം. അല്ലാത്തില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് മുന്നറിയിപ്പുകളും താക്കീതുകളും നമ്മുടെ മുന്നിൽ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടും മുടി നരച്ചുകൊണ്ടും അതുപോലെ തന്നെ പല്ല് പറഞ്ഞുപോയിക്കൊണ്ടും നടക്കാൻ വടി ഊന്നി പിടിക്കേണ്ടി വരുന്നതുകൊണ്ട് ഇങ്ങനെ വിവിധങ്ങളായ സൂചനകൾ തന്ന്, അതിലൊക്കെ വലിയ സൂചനയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാപാടി മരണപ്പെട്ടുപോയി, നമ്മുടെ വാപ്പ മരിച്ചുപോയി, നമ്മൾ കണ്ടതാണ്, നമ്മളെ ഓമനിച്ചു വളർത്തിയ ഉമ്മ മരണപ്പെട്ടുപോയി, നമ്മുടെ ഉസ്താദ് മരണപ്പെട്ടുപോയി. ഇതിലും ഒരു ഉപദേശം എന്താ വേണ്ടത്? ഇങ്ങനെ നിരന്തരം ഉപദേശങ്ങളും താക്കീതുകളും അറിയിപ്പുകളും ഉണ്ടായിട്ടും നമുക്കതൊന്നും ഫലപ്പെടുന്നില്ല. അങ്ങനെ വന്നപ്പം എല്ലാം സൂപ്പർസോണിക് യുഗം പിന്നിട്ട കാലാണ്. അതും കഴിഞ്ഞുപോയി, സൂപ്പർസോണിക്കൊക്കെ കഴിഞ്ഞുപോയി. അതിന്റെ അപ്പുറത്താ. അപ്പം പിന്നെ മൂപ്പരും തന്നെ വിചാരിച്ചു, ഇങ്ങനെ ഇപ്പൊ എല്ലാം പരിഷ്കരിക്കുമ്പോ ഇപ്പൊ നമ്മളായിട്ട് ആ പഴയ നാടൻ ഭാഗത്തിന്റെ മട്ടത്തിൽ ഇങ്ങനെ നീട്ടിപ്പരത്തി പറഞ്ഞപ്പോ അതിന് കേൾക്കാൻ ആളെ കിട്ടുമോ? അങ്ങനെ രാവിലെ കേട്ടു മലപ്പുറത്തൊരാള് മരിച്ചവരോ, എന്തേനി കൊഴിഞ്ഞു വീണ് മരിച്ചു. കോഴിക്കോട് ഒരാൾ മരിച്ചവരോ? എങ്ങനെ മരിച്ചു ചോദിച്ചു. ഉറങ്ങാൻ കിടന്നതിന് രാവിലെ വിളിച്ചപ്പോൾ ആളെ കാണാനില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ നടക്കണതിന്റെ ഇടയിൽ, വണ്ടി ഓട്ടുന്നതിന്റെ ഇടയിൽ, ഇരിക്കണതിന്റെ ഇടയിൽ, സംസാരിക്കണതിന്റെ ഇടയിൽ, കഥ പറയുന്നതിന്റെ ഇടയിൽ, കള്ളുടിക്കണതിന്റെ ഇടയിൽ, ഇങ്ങനെ നടക്കണതിന്റെ ഇടയിൽ ഒന്നും അറിയാതെ പോവുകയാണ്. ഇത് വല്ലാത്തൊരവസ്ഥയാണ്.